ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. SSF ആലക്കോട് ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി. ബിസർ ഷാമിൽ ഇർഫാനി സ്വാഗതം ആശംസിച്ചു. സിനാൻ നൂറാനി അധ്യക്ഷത വഹിച്ചു. SSF ആലക്കോട് ഡിവിഷൻ സാഹിത്യോത്സവ് സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അജയൻ വളക്കൈ ഉദ്ഘാടനം ചെയ്തു. SSF നാഷണൽ സെക്രട്ടറി ഫിർദൌസ് സഹാഫി കടവത്തൂർ സന്ദേശ പ്രഭാഷണം നടത്തി. SSF ജില്ലാ പ്രസിഡന്റ് അജീർ സഹാഫി, RSC ഗ്ലോബൽ സാരഥി സക്കരിയ ഷാമിൽ ഇർഫാനി, ഡിവിഷൻ പ്രസിഡന്റ് മുസ്തഫ ഹുമൈദി, ജനറൽ സെക്രട്ടറി വാരിസ് MP എന്നിവർ ഉദ്ഘാടന സംഗമത്തിൽ സംസാരിച്ചു. 5 സെക്ടറുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് ആലക്കോട് ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കലാസാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക ഘോഷയാത്ര, പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി റേറോത്ത് നടക്കുന്നത്. സന്ദേശ് തമ്പാൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു സന്തോഷം ഇവിടെ കുട്ടികൾ, എന്റെ മുന്നിലിരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികൾ നാളെ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കണമെന്നും നമ്മുടെ കാലം കുട്ടികളെ മാറ്റി തീർക്കുന്ന വലിയ വിപത്തിൽ നിന്ന് അവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ സ്നേഹത്തിന്റെ നന്മയുടെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് നാളെയെന്നും വിചാരിച്ചുകൊണ്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. നമ്മുടെ കുട്ടികളെല്ലാവരും ഇങ്ങനെ അസ്വസ്ഥരായിട്ടാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ ആക്കുന്നതിനുമുണ്ട് ഞാൻ കരുതുന്നില്ല. ഈ കുട്ടികളുടെ ക്ഷമയുടെ പരിധി എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡിൽ താഴെയായിട്ട് ചുരുങ്ങിയിരിക്കും. ഞങ്ങൾ വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവര് കൃത്യമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മൊബൈൽ കയ്യിലെടുക്കും. മൊബൈൽ കയ്യിലെടുത്താൽ അവർ ആദ്യം സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ അവർക്ക് വേണ്ടുന്ന വിവരങ്ങളൊന്നുമില്ല. അല്ല ജെമിനിയോട് ചോദിച്ചിട്ട് പുതിയ ഐഡിയകൾ, കൺസെപ്റ്റുകൾ ഉണ്ടാക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അവര് യൂട്യൂബില് കുറച്ച് വീഡിയോസ് കാണും, അല്ലെങ്കിൽ ഫേസ്ബുക്കില് അവർക്ക് ചില, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള പോസ്റ്റുകളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു യൂട്യൂബിൽ ഉള്ള ഒരു വീഡിയോ അതിന്റെ മാക്സിമം ദൈർഘ്യം ചിലപ്പോൾ 1 മിനിറ്റായി. അപ്പൊ അതിന്റെ അവതാരകരായിട്ടുള്ള ആളുകൾ ഹായ് ഗൈസ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ 1.5 മണിക്കൂർ പ്രഭാഷണം നടത്തുന്നത് വിചാരിക്കുന്നത്. അപ്പൊ അവര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിങ്ങനെ നമ്മുടെ കാലത്തിനും സംസ്കാരത്തിനും അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലമാണ് മനുഷ്യരെ തീർക്കുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോ ആണ്. പക്ഷെ പിന്നീട് അവൻ ചങ്ങലകളിൽ പെട്ടുപോയിരിക്കുന്നു. വളരെ മുമ്പ് സർഗാത്മകമായിട്ടുള്ള ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ കഥ എഴുതുമ്പോ പല ടെക്നിക്കുകളും ഉപയോഗിക്കാം. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, നല്ല കഥ എഴുതുന്ന കുട്ടികൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ കഥ എഴുതുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ പഴയ കഥയെ പരിഷ്കരിച്ചെഴുതുക എന്ന് പറയും. പഴയ കഥയെ പരിഷ്കരിച്ചെഴുതുക എന്ന് പറയുന്നത് അപ്പൊ ആമയും മുയലും ഓട്ടക്കൊണ്ടയിൽ വെച്ചു എന്നതാണ് കഥ. അപ്പൊ ഉടൻ തന്നെ അതിനകത്ത് ആമയും മുയലും ഓട്ടക്കൊണ്ടയിൽ, ഇതാണ് കഥ. വേറെ കഥയൊന്നും ഇല്ലല്ലോ അതിനകത്ത്. അപ്പൊ ഇതിനെ മാറ്റിക്കളയാം. എന്ത്, ആമക്ക് പകരം ഒരു കഥാപാത്രത്തിന്റെ പേര് എഴുതുക, രമേശൻ. മുയലിന് പകരം വേറൊരു കഥാപാത്രത്തിന്റെ പേര് എഴുതുക, അപ്പൊ അത് വേറെ എഴുതുക, ബാബു. ഇനി ഇവര് തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരം ഓട്ടപ്പന്തയല്ല, അത് പാട്ട് മത്സരമാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കൊരു പുതിയ കഥ കിട്ടും. അതിമനോഹരം. രമേശനും ബാബുവും തമ്മിലുള്ള പാട്ട് മത്സരം. അതിലൊരാള് നന്നായിട്ട് പാടും, ഒരാൾക്ക് പാടാൻ കഴിയില്ല. അപ്പൊ ഇതിലാര് ജയിക്കും? ഇതിന് നമുക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ എഴുതാം. അപ്പോ കുട്ടികൾക്ക് ഭയങ്കര ആവേശമായി. അപ്പൊ പക്ഷെ എന്നൊക്കെ നമ്മൾ എഴുതിക്കോളാം നോക്കും. അങ്ങനെ എഴുതിയ ഒരു കഥയിലെ വളരെ മനോഹരമായിട്ടുള്ള രംഗമാണ് എന്റെ മനസ്സിന് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത്
മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.